എല്ലാവർക്കും മിസ്റ്റർ ക്രിസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം പടമല്ല, അതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ. അപ്പം അതൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം, ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഒക്കെ നിങ്ങളുടെ കൂടെ ഞാൻ കാണാം. ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓൺ യുവർ ലെഫ്റ്റ്. ഈ ഓൺ യുവർ ലെഫ്റ്റ് എന്ന് പറയുന്ന പരിപാടി ക്യാപ്റ്റൻ അമേരിക്ക 2, അതായത് ക്യാപ്റ്റൻ അമേരിക്ക വിൻ്റർ സോൾജർ, ഈ ഒന്നാം പടം മുതലേ ഉണ്ട്. അത് കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അവഞ്ചേഴ്സ് ടീം മൊത്തം തിരിച്ചു വന്നിരിക്കുകയാണ്. പിച്ചാല, സാം, Spider-Man, സംഭവം നിങ്ങൾ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ കണ്ടവരാണെങ്കിൽ മനസ്സിലാവില്ല, അവർക്ക് മനസ്സിലാവില്ല. അതായത് മെയിൻ വില്ലൻ താനോസ്, അതായത് ആ മൊട്ടത്തലേ ഈ ലോകത്തുള്ള പകുതിയിലധികം ആൾക്കാരെ ഈ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കഥകളുണ്ടല്ലോ, ഇൻഫിനിറ്റി സ്റ്റോൺസ്, ആ സ്റ്റോൺസ് ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഒരു 5 കൊല്ലം മുമ്പ് അവരെ മൊത്തത്തിലൊരു ചാരമാക്കി ഇങ്ങനെ മായ്ച്ചു കളഞ്ഞു. അപ്പം ഈ അവഞ്ചേഴ്സ്, ബാക്കി വന്ന അവഞ്ചേഴ്സ് എല്ലാവരും കൂടിയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നു. അതായത് ഇൻഫിനിറ്റി പഴയ കാലത്തിലേക്ക് പോയിട്ട് ടൈം ട്രാവലർ നടത്തിയിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ, ജനങ്ങളെയൊക്കെ അവരിത് വെച്ച് തിരിച്ചു കൊണ്ടുവന്നു. ആ കൂടുതൽ ഈ വില്ലനും വന്നു, അത് മനസ്സിലാക്കി, ട്രാപ്പ് മനസ്സിലാക്കി വന്നു. അതാണ് സംഭവം, അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവരെ ആ വില്ലനോട് പോരാടാൻ വേണ്ടിയുള്ള ടീം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർക്ക് കിട്ടി. ഇവിടെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ തിരിച്ച് കിട്ടി. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു പോരാട്ടം, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ബാക്കി വേണ്ട, എന്നാൽ ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സ്, ഈ ടെക്നോളജി, ഇത് പറയാതിരിക്കാൻ പോയില്ല. വിഷ്വൽ ക്വാളിറ്റി, വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത്, സോ അത് ഭയങ്കരം തന്നെയാണ്. ആൻഡ്മാൻ, ഉറുമ്പു മനുഷ്യൻ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനായി. ആൾക്ക് റോഡി, റാബിറ്റ് എല്ലാവരും ഉണ്ട്. വലിയൊരു കൂന വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. അസംബിൾ. എനിക്ക് ഈ സംഭവം കേൾക്കുമ്പോഴാണ് ഗൂസ് ബംസ് ഒക്കെ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്നത് സ്റ്റീവ് റോജേഴ്സ്, അവരാ ക്യാപ്റ്റൻ പറയുന്നതാണ് ഇവിടെ അന്തിമ തീരുമാനം, അല്ലെങ്കിൽ അന്തിമ വാക്ക്. സോ കാര്യം അവഞ്ചേഴ്സ് തമ്മിൽ പരസ്പരം പല ക്ലാഷൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും സോ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുന്നത് ഒരു മികച്ച ലീഡർ എന്ന നിലയ്ക്ക് ഇവരെ ടീമിനെ നയിക്കുന്നതും ഈ പറയുന്ന ക്യാപ്റ്റൻ അമേരിക്കയാണ്. നിങ്ങൾ മറ്റു പടങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, മറ്റ് അവഞ്ചേഴ്സിൽ നിന്നും ക്യാപ്റ്റൻ അമേരിക്കയ്ക്കുള്ളൊരു ക്വാളിറ്റി. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളക്കാരൻ വെച്ചാൽ സാധാരണ ഒരു പട്ടാളക്കാരനല്ല. സോ അദ്ദേഹത്തിന് പവേഴ്സ് കിട്ടിയ വേറെ കാര്യം, പക്ഷേ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് ഒരു കാര്യമുണ്ട്. മറ്റുള്ള അവഞ്ചേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇമോഷണലി ഏറ്റവും ഓക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഇമോഷണലി വീക്കല്ല, തീരെ വീക്കല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റ് അവഞ്ചേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റേജാണ് ക്യാപ്റ്റൻ അമേരിക്ക. ഇപ്പോൾ ടോണി സ്റ്റാർക്കിൻ്റെ കാര്യം എടുത്തോട്ടെ, തൻ്റെ അച്ഛനും അമ്മയ്ക്ക് കൊന്നത് ബക്കിയാണെന്ന് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ട നേരെ തീരുമാനിച്ചു, ഓക്കെ ഇവനെ കൊല്ലണം. വേറെ ഒന്ന് ഇമോഷണൽ എന്നേരെ അയാൾ തീരുമാനിച്ചു. അതേപോലെ തന്നെ തോറ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വെള്ളം അടിച്ച് ഓഫായി, പിന്നീട് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതൊന്നുമില്ല. അങ്ങനെ പലരും പല രീതിയിൽ ഇമോഷണൽ ബാക്കാണ്. അവരെയൊക്കെ ലീഡ് ചെയ്യാനൊരു നായകൻ വേണം, ഒരു ലീഡർ വേണം. അതിന് ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും പുള്ളിയുടെ വാക്ക് കേൾക്കുന്നത്, പുള്ളിയെ അനുസരിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കാം.
സോ ഇമോഷണലി വീക്ക് അല്ലാന്ന് ഞാൻ പറയുന്നതിൻ്റെ വേറൊരു കാര്യം കൂടിയുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ മൂവി കണ്ടവരാണെങ്കിൽ മനസ്സിലാവും. ഈ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് തൻ്റെ സുഹൃത്ത് ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നുണ്ട്. ആ മരണത്തിന് കാരണക്കാരനായ അയാളെ കയ്യിൽ കിട്ടിയിട്ടും ഈ സ്റ്റീവ് റോജേഴ്സ് ഒന്നും ചെയ്യുന്നില്ല. കാരണം അയാളെ നിയമത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. എന്നിട്ട് പോലും കാരണം അയാൾ ഇമോഷണലി ആ സ്ട്രോങ് വീക്ക് അല്ലാന്ന് കാണിക്കുന്ന ഒരു സീനാണ്. ഇമോഷൻ വെച്ചിട്ട് ഒരിക്കലും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീമിനെ നയിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റീവ് റോജേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഏതൊരു ഘട്ടത്തിൽ തോറ്റു കൊടുക്കാൻ ആൾ തയ്യാറുള്ള, ഒറ്റയ്ക്കാണെങ്കിൽ ഫൈറ്റ് ചെയ്യും. ഇതൊക്കെ എങ്ങനെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ മുൻപത്തെ വിചാരം തോർ മാത്രമാണ് ഈ ഹാമർ കൈകാര്യം ചെയ്യാൻ യോഗ്യനാക്കപ്പെട്ട ഒരേ വ്യക്തി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അത് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചു. And I got all dusty, and I must have passed out because I woke up and you were gone. But Doctor Strange was there, right? He was like, "It's been 5 years. Come on, they need us." And then he started doing the yellow sparkly thing that he does all the time. What are you doing? അവന് 5 വർഷം കണ്ടതിൻ്റെ സന്തോഷം തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചത്. Gamora? I thought I lost you. പണി കിട്ടിയ മോനെ. സംഭവം എന്താണെന്ന് വെച്ചാൽ തൻ്റെ കാമുകിയെ കണ്ടപ്പോൾ ആ സന്തോഷത്തിന് മതി പറഞ്ഞ് പുള്ളിക്കാരൻ ചെന്ന് നിർത്തിയില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടം മാറിപ്പോയി. കാമുകി വന്നിരിക്കുന്നത് ടൈം ട്രാവൽ നടത്തി പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റിലേക്കാണ്. അപ്പോൾ പ്രസൻറ്റിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെയാണ് സംഭവം എന്നുള്ള പുള്ളിക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് കാമുകനെ കണ്ടിട്ട് മനസ്സിലായില്ല, ഇടിയും കിട്ടി. അത്ര തന്നെ. You missed the first time. Then you got them both the second time. This is the one? Seriously? Your choices were him or a tree.